നാട്ടിലോട്ട് പോകാനല്ലേ UAE നിന്ന് ദുബായ്, ഷാർജ, റാസൽ ഖൈമയിൽ നിന്ന് നാട്ടിലോട്ട് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടേക്ക് പോകുന്ന നോർമൽ ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ആവുകയാണ്. ഇന്ന് 7-ാം തീയതി മാത്രമല്ല, നാളെ 8-ാം തീയതി ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 10-ാം തീയതി എല്ലാം ക്യാൻസൽ ആവും. അത് 199% ക്യാൻസൽ ആവാനാണ് സാധ്യത. ഇത് ബാക്ക് ടു നോർമൽ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 11-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി എങ്കിലും ആവും ഇത് എല്ലാ രീതിയിലും നോർമലൈസ് ചെയ്യാൻ. പക്ഷേ ഫ്ലൈറ്റ്സ് ഒക്കെ പോകുന്നുണ്ടല്ലോ, ദുബായിൽ നിന്ന് പറഞ്ഞ കൊച്ചിക്കും കോഴിക്കോടേക്കും, അവിടെ നിന്നൊക്കെ ഫ്ലൈറ്റ്സ് ദുബായിക്കും അല്ലെങ്കിൽ ഷാർജയ്ക്കൊക്കെ വരുന്നുണ്ട്. ശരിയാണ്, പക്ഷേ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ആണ് കൂടുതലും. നോർമൽ ഫ്ലൈറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല, അതെല്ലാം ക്യാൻസൽ ആവുകയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ അത് ക്യാൻസൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇപ്പം ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എമർജൻസി എന്ന നിലയിൽ ട്രാവൽ ചെയ്യേണ്ടവർക്കാണ് ഈ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഉപകാരപ്പെടുന്നത്. ഇപ്പം നടക്കുന്ന സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 27, 28 അല്ലെങ്കിൽ മാർച്ച് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് സ്റ്റക്കായി കിടക്കുന്നവരുണ്ടായിരുന്നു. അവരെയൊക്കെയാണ് ഇപ്പം നിലവിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ ഈ ഒരു ഡേറ്റിൽ സ്റ്റക്കായി നിന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റിൽ നോർമൽ ടിക്കറ്റ് എടുത്തവർക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടി. എല്ലാ രീതിയിലും ക്യാൻസൽ ആണ്. അത് നാളെ മാത്രമല്ല, മറ്റന്നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്താലും അത് ക്യാൻസൽ ആവും. അതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സോ ഈ പറഞ്ഞ പോലെ എമർജൻസി ആയിട്ട് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻസിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ, ഇല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്യാൻ മാത്രമല്ല, എനി കൈൻഡ് ഓഫ് എൻക്വയറീസ് ആണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ പോലെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് തന്നെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൻ്റെ ടിക്കറ്റ്സും നോർമൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ബട്ട് നോർമൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ക്യാൻസലേഷൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ്സിനാണെങ്കിൽ ചാൻസസ് കുറവാണ്. ഇനി റീഫണ്ടിൻ്റെ കാര്യം വരുവാണെങ്കിൽ തന്നെ എയർലൈൻ്റെ സൈഡിൽ നിന്നാണ് ക്യാൻസൽ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഏത് എയർലൈനാണോ ആ നിമിഷം ആ ഒരു ദിവസത്തെ റൂള് പോലെ ഇരിക്കും അതിൻ്റെ റീഫണ്ട്. എന്തിനായാലും നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. സോ റീഫണ്ട് നോക്കിയിരിക്കേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു കൺഫേംഡ് ടിക്കറ്റ് എന്നുള്ള നിലയിൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക.